നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ കുറ്റവാളികൾക്ക് അവസരങ്ങൾ ഒരുക്കുന്ന കാഴ്ചയാണ് തലസ്ഥാനത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കണ്ടത്. പൊതുജനത്തിന് നീതി നിഷേധിക്കുന്ന കുറ്റവാളികൾക്ക് പരവതാനി വിരിക്കുന്ന പോലീസായി കേരള പോലീസ് അധം പതിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ക്രൂരമായി ആക്രമിച്ച കേസിലെ പ്രതികൾ ജാമ്യ വ്യവസ്ഥകളുടെ ഭാഗമായി സ്റ്റേഷനിൽ ഒപ്പിട്ട ശേഷം അവിടുത്തെ ഓണാഘോഷ പരിപാടിയിൽ ആർമാദിക്കുന്ന കാഴ്ച കണ്ടവരും അമ്പരന്ന് കാണും. ഇഡി ഉദ്യോഗസ്ഥരെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിൽ 1-ാം പ്രതിയായ നിതിൻ രാജും 16-ാം പ്രതിയായ IP ബിനുവും പോലീസ് സ്റ്റേഷനിലെത്തി ആഘോഷങ്ങളിൽ പങ്കാളികളായപ്പോൾ ഇവിടെ ഭരണം നടത്തുന്നത് പോലീസാണോ അതോ കുറ്റവാളികളാണോ എന്ന് ജനങ്ങൾ സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. പ്രതികൾ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. എന്നിട്ടും നമ്മുടെ സിസ്റ്റം ഇത് കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. പൊതുജനങ്ങളുടെ പരാതി കേൾക്കാൻ നേരം കാണിക്കാത്ത, നീതി ചോദിച്ചെത്തുന്ന സാധാരണക്കാരെ ആട്ടിയോടിക്കുന്ന അതേ മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായ പ്രതികൾക്ക് വിരുന്നൊരുക്കിയത്. വിവാദമായതോടെ ജനങ്ങളുടെ കണ്ണ് കെട്ടാൻ വേണ്ടി ഇപ്പോൾ 6 പോലീസുകാരെ ആംഡ് റിസർവ് ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നു. ആഘോഷ ദിവസം GD ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അജു, പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ദൃശ്യ, അസിസ്റ്റന്റ് റൈറ്റർ സുധീഷ്, പ്രോസസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജിനീഷ്, പോലീസുകാരായ അരുൺ, രതീഷ് എന്നിവർക്കെതിരെയാണ് ഈ നടപടി. പ്രതികളുമായി അവിശുദ്ധ ബന്ധം പുലർത്തിയതിന് SHO R പ്രശാന്തിനെ തൃശൂരിലേക്ക് മാറ്റിയെങ്കിലും അദ്ദേഹം അനുഭവിച്ച ഈ അധികാര ദുർവിനിയോഗത്തിന് എന്ത് ശിക്ഷയാണ് നൽകാൻ പോകുന്നത് എന്നതിൽ തീരുമാനമായില്ല. സ്ഥലം മാറ്റം കൊണ്ട് കഴുകിക്കളയാൻ കഴിയുന്നതാണോ ഇവർ വരുത്തിവെച്ച ഈ നാണക്കേട്? ഇത് വകുപ്പ് തല വീഴ്ചയല്ല, ക്രിമിനലുകളും പോലീസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ്. പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A സന്തോഷ് കുമാർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. ജാമ്യ വ്യവസ്ഥകൾ കാറ്റിൽ പറത്തി അധികാര പരിധി ലംഘിച്ച് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ കയറി വിഹരിച്ച ഈ പ്രതികളെ ഇനി ഒരു നിമിഷം പോലും പുറത്തുവിടരുത്. എന്നാൽ പ്രതികളെ മാത്രം ശിക്ഷിച്ചാൽ പോരാ. കുറ്റവാളികൾക്ക് സംരക്ഷണം ഒരുക്കിയ പോലീസിന്റെ മാന്യത ലേലത്തിൽ വെച്ച് ആ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത് അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുക തന്നെ വേണം. ജനങ്ങളുടെ നികുതി പണം വാങ്ങി ക്രിമിനലുകൾക്ക് പടികെട്ടി സേവ ചെയ്യുന്ന ഇത്തരം കറുത്തയാടുകളെ ഇനിയും സംരക്ഷിച്ചാൽ നാളെ ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനുകളിൽ കയറാൻ ഭയക്കേണ്ടി വരും.